പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫോർ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, ഈ പാഠത്തിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സാക്രിഫൈസിങ് റേഷ്യോ എന്നുള്ളത്. നമുക്കതിൻ്റെ തിയറി ഒന്ന് പരിചയപ്പെടാം. ദ റേഷ്യോ ഇൻ വിച്ച് ദ ഓൾഡ് പാർട്ട്നേഴ്സ് agree to sacrifice their share of profit in favor of the incoming partner is called sacrificing ratio. ഇത് പുതിയ ആൾക്ക് വേണ്ടി പഴയ പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം ഷെയർ ചെയ്യുന്ന റേഷ്യോയ്ക്ക് പറയുന്ന പേരാണ് സാക്രിഫൈസിങ് റേഷ്യോ എന്നുള്ളത്. നമ്മൾ ഈ ചാപ്റ്ററിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിംഗ് പ്രൊസീജിയർ പഠിച്ചപ്പോൾ 7 മേഖലകളിലൂടെയാണ് കടന്നുപോയത്. അത് 7 എണ്ണം കഴിഞ്ഞ ക്ലാസ്സിലെയാണ് ഇപ്പോൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ക്യാപിറ്റലും ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും നമ്മൾ ചെയ്തു കഴിഞ്ഞു. അടുത്തതാണ് സാക്രിഫൈസിങ് റേഷ്യോ എന്നുള്ളത്. സാക്രിഫൈസിങ് റേഷ്യോയും ഗുഡ്വില്ലും ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വില്ലും പരസ്പര ബന്ധിതമായിട്ടുള്ള 2 ടോപ്പിക്കുകളാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പ്രധാനപ്പെട്ട റൈറ്റുകളിൽ രണ്ടാമത്തെ റൈറ്റായിരുന്നു ഷെയറിംഗ് പ്രോഫിറ്റ്സ്. ആ പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ കിട്ടുന്ന അവകാശത്തിന് പകരമായി ന്യൂ പാർട്ട്ണർ ഗുഡ്വിൽ കൊണ്ടുവന്ന് ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കും. അത് ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ ക്യാപിറ്റലിൽ റീറ്റെയിൻ ചെയ്യും. ആ റീറ്റെയിൻ ചെയ്യുക എന്നുള്ള വാക്കാണ് നമ്മൾ ഉടനീളം ഈ ചാപ്റ്ററിൽ ഉപയോഗിക്കുന്നത്. ഏതളവിലാണ് പ്രോഫിറ്റ് ന്യൂ പാർട്ട്ണറിന് കൊടുക്കുന്നത്? ഏതളവിലാണ് ന്യൂ പാർട്ട്ണർ കൊണ്ടുവരുന്ന ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്നത്? ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ പഴയ പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റിൻ്റെ സാക്രിഫൈസ് ഒരു നിശ്ചിത അനുപാതത്തിൽ പുതിയ പാർട്ട്ണർക്ക് കൊടുക്കുമ്പോൾ പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന ഗുഡ്വിൽ അല്ലെങ്കിൽ പ്രീമിയം അതേ അനുപാതത്തിൽ, അതായത് സാക്രിഫൈസിങ് റേഷ്യോയിൽ തിരിച്ച് ഓൾഡ് പാർട്ട്നേഴ്സിന് കൈമാറുന്നു. അപ്പോൾ പരസ്പരം കൊടുക്കൽ വാങ്ങൽ. ഇവിടെയാണ് സാക്രിഫൈസിങ് റേഷ്യോയുടെ പ്രസക്തി. അപ്പോൾ ഈ പാഠത്തിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട പാഠത്തിലാണ് സാക്രിഫൈസിങ് റേഷ്യോ. അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോയുമായി ബന്ധപ്പെട്ട ടേമുകളാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ മുതലായവ. അപ്പോൾ ഈ 2 ടേമുകളും, അതായത് സാക്രിഫൈസിങ് റേഷ്യോയും ഗുഡ്വില്ലും പരസ്പര ബന്ധിതമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് ആദ്യം സാക്രിഫൈസിങ് റേഷ്യോയിലേക്ക് പോവാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സാക്രിഫൈസിങ് റേഷ്യോയുടെ ഫോർമുല എന്താണ്? സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. 2 മാർക്കിൻ്റെ തിയറി വരാറുണ്ട്. അതിന് ഇതിൻ്റെ മീനിങ്ങും എഴുതണം, അതുപോലെ തന്നെ ഇതിൻ്റെ ഫോർമുല എഴുതണം. അപ്പോൾ ഫോർമുല കാണാതെ പഠിച്ചു വയ്ക്കും. കൂടാതെ പ്രോബ്ലം ചോദിക്കുന്ന സമയത്ത് ആൻസർ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം ഈ ഫോർമുല എഴുതി വയ്ക്കുക. ചിലപ്പോൾ ഒരു 1/2 മാർക്കോ അല്ലെങ്കിൽ 1 മാർക്കോ കിട്ടിയെങ്കിലായി. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കേണ്ട മേഖലയാണ് സാക്രിഫൈസിങ് റേഷ്യോ, അതിൻ്റെ ഫോർമുല. ഇത് പ്രോബ്ലത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പ്രോബ്ലം ഒന്ന് ചെക്ക് ചെയ്യാം. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 5:3. They admitted C as new partner for 1/7 share in the profit. The new profit sharing ratio will be 4:2:1. Find the sacrificing ratio. അപ്പോൾ നമ്മൾ ഇതിനെ ആ ഫിഗറുകൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കുമ്പോൾ 5:3 എന്താണത്? ഓൾഡ് റേഷ്യോ.
എയുടെയും ബിയുടെയും ഓൾഡ് റേഷ്യോ. അപ്പോൾ എയുടെ ഷെയർ എത്ര? 5/8. ബിയുടെ ഷെയർ 3/8. എന്താണ് 1/7? സി അഡ്മിറ്റ് ചെയ്യുമ്പോൾ അയാളുടെ പ്രോഫിറ്റ് ഷെയർ ആണ് 1/7. എന്താണ് 4:2:1? അത് ന്യൂ റേഷ്യോ ആണ്. അപ്പോൾ ഓൾഡ് റേഷ്യോയും തന്നിട്ടുണ്ട്, ന്യൂ റേഷ്യോയും തന്നിട്ടുണ്ട്. എന്താ ഫോർമുല സാക്രിഫൈസിങ് റേഷ്യോ കാണാൻ? സാക്രിഫൈസിങ് റേഷ്യോ സമം ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഉടനെ അത് എഴുതി വയ്ക്കുക, ഒരു 1/2 മാർക്ക് കിട്ടാൻ വേണ്ടി. ഇനി ഇതിലേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ അപ്ലൈ ചെയ്യാം. കാരണം ഓൾഡ് റേഷ്യോ ഡയറക്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്, ന്യൂ റേഷ്യോ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് നേരിട്ട് അപ്ലൈ ചെയ്യാണ്. ആസ് സാക്രിഫൈസിങ് ഷെയർ സമം 5/8 മൈനസ് 4/7. നമുക്കത് ഭിന്നസംഖ്യ കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഛേദം 8ഉം 7ആണ്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് പോകുന്ന ഒരു കോമൺ ഡിനോമിനേറ്റർ 56 എടുത്ത് ചെയ്യണം. 8നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ 56? 7. അപ്പോൾ മുകളിലും 7 കൊണ്ട് തന്നെ ചെയ്യും. 7 5 35. ഭിന്നസംഖ്യ മാറുന്നില്ല. 7നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ 56? 8. അപ്പോൾ മുകളിൽ 8 കൊണ്ട് ചെയ്യാൻ 4 32. ഭിന്നസംഖ്യ മാറുന്നില്ല. അപ്പോൾ 35 മൈനസ് 32. അപ്പോൾ 35 എയുടെ ഷെയർ, ബിയുടെ ഷെയർ 32. അപ്പോൾ എത്ര വന്നു? സാക്രിഫൈസ് 3 സാക്രിഫൈസ് ചെയ്തു എ. ഓക്കെ. ബീസ് സാക്രിഫൈസിങ് ഷെയർ 3/8 മൈനസ് 2/7. ഇതിൻ്റെയും പൊതുഛേദം 56. 8 കൊണ്ട് എത്ര മൾട്ടിപ്ലൈ ചെയ്താൽ 56 കിട്ടുക? 7. അപ്പോൾ മുകളിൽ 7 കൊണ്ട് 7 3 21. 7നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 56 കിട്ടുക? 8 കൊണ്ട്. മുകളിൽ 8 കൊണ്ട് 2 16. അപ്പോൾ 21 എയുടെ ഓൾഡ് ഷെയർ, 16 എയുടെ ന്യൂ ഷെയർ. അപ്പോൾ എക്ക് കുറഞ്ഞു എത്ര? 5. അപ്പോൾ അതാണ് എയുടെ ബിയുടെ സാക്രിഫൈസ്. ഇത് ബിയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ സെറ്റ് ചെയ്യണം. സാക്രിഫൈസിങ് റേഷ്യോ ഓഫ് എ ആൻഡ് ബി സമം 3/56 5/56. ഇങ്ങനെ ഷെയർ ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. ശരിക്കും നേരിട്ട് എഴുതാം, ഇത് മതി. 3:5. ഓക്കെ. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 3:2. ദേ അഡ്മിറ്റ് സി ആസ് ന്യൂ പാർട്ട്ണർ ഫോർ 1/4 ഷെയർ. ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ബിറ്റ്വീൻ എ ആൻഡ് ബി, ബിറ്റ്വീൻ എന്നാണ് ഇത്, തിരുത്തി എഴുതുന്നത്. എ ആൻഡ് ബി വിൽ ബി 2:1. കാൽക്കുലേറ്റ് ദ സാക്രിഫൈസിങ് റേഷ്യോ. ഫിഗറുകൾ നോക്കാം. എന്താണ് 3:2? ഓൾഡ് റേഷ്യോ ആണ്. എന്താ 1/4? സിയുടെ ഷെയറാണ്, ന്യൂ ഷെയറാണ്. എന്താ 2:1? അത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ്. അപ്പോൾ എന്താ 2:1 വന്ന ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 3 ആളാകുമ്പോൾ 3 ഫിഗർ വേണ്ടേ റേഷ്യോയിൽ. അപ്പോൾ അതാരുടെയാണ്? ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ബിറ്റ്വീൻ എ ആൻഡ് ബി. എയുടെയും ബിയുടെയും ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ് 2:1. അപ്പോൾ എയുടെയും ബിയുടെയും ന്യൂ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് 2:1 പറഞ്ഞാൽ എത്ര അത് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നമ്മളിത് കണ്ടുപിടിക്കണം. ന്യൂ റേഷ്യോ ഇവിടെ തന്നിട്ടില്ലേ. 3 ഫിഗറുകൾ വരുന്ന ഒരു റിലേഷൻഷിപ്പ് റേഷ്യോ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാം, എന്നിട്ടേ ഇതിൽ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് മനസ്സിൽ നിന്ന് ആലോചിച്ച് നോക്കിക്കേ. 1/4 സിയുടെ ഷെയർ. അപ്പോൾ 1/4 സിക്ക് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഇത് ഫ്രാക്ഷൻസ് ആർ ദ പാർട്സ് ഓഫ് എ ഹോൾ. ഹോൾ ഇൻ മാത്തമാറ്റിക്കൽ ലാംഗ്വേജ് ഹോൾ ഈസ് കൺസിഡേർഡ് ആസ് 1. That means 1 minus 1/4 equals 3/4. That is the remaining share of A and B. 3/4 ഭാഗമാണ് എക്കും ബിക്കും കൂടിയുള്ള ഷെയർ. ആ ഭാഗം, ആ 3/4 അവർ ഏത് അളവിൽ ഡിവൈഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്? 2:1. അപ്പോൾ അങ്ങനെ അത് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇതൊക്കെ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണ ഈ പോസിബിലിറ്റി ഒക്കെ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുന്നു. ആദ്യം നമ്മൾ എഴുതുന്നു. അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ ഫോർമുല എഴുതിയിരിക്കാനേ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ട ഡാറ്റ ഇവിടെ ഡയറക്റ്റായിട്ടില്ല. ഡാറ്റയിൽ ഒരു ഭാഗമുണ്ട്, ഓൾഡ് റേഷ്യോ ഉണ്ട്, പക്ഷെ ന്യൂ റേഷ്യോ ഡയറക്റ്റായിട്ട് തന്നിട്ടില്ല. നമ്മളത് കണ്ടുപിടിക്കും. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ന്യൂ റേഷ്യോ. അപ്പോൾ അത് ചെയ്യാൻ പോവാണ്.
C's new share 1/4. So the remaining share of A and B എന്ന് എഴുതുക ഇവിടെ. That means 1 minus 1/4, that is 3/4. കോമട്ട് ചെയ്ത which is divided among A and B in the ratio 2:1. കണ്ടോ 2:1 അത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ 2:1. അപ്പോൾ 3/4 2 ഭാഗം Aക്ക് കിട്ടും, 3/4 1 ഭാഗം Bക്ക് കിട്ടും. അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ A's new share is equal to 3/4 into 2/3, that is 6/12. ബിയുടെ ചെയ്യാം. B's new share is equal to 3/4 into 1/3, that is 3/12. ഇതിൽ എയുടെയും ബിയുടെയും ഡിനോമിനേറ്റർ 12 ആണ്, സിയുടെ എന്താ 1/4 ആണ്. അതുകൊണ്ട് അതിനെയും നമ്മൾ എന്തിലേക്ക് എത്തിക്കണം, 12ലേക്ക് എത്തിക്കാൻ ഇൻറ്റു 3/3. മുകളിലും താഴെ ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ഭിന്നസംഖ്യ മാറില്ല. ആ കൺസെപ്റ്റ് ഉപയോഗിച്ച് 3/12 കിട്ടി. ഇപ്പൊ നമുക്കായി എയുടെ 6 കിട്ടിയിട്ടുണ്ട്, ബിയുടെ 3 കിട്ടിയിട്ടുണ്ട്, സിയുടെ 3 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പ്രസന്റ് ചെയ്യുന്നു. ന്യൂ റേഷ്യോ ഓഫ് എ ബി ആൻഡ് സി ഈസ് ഈക്വൽ ടു 6:3:3. അതിൽ കോമൺ ഫാക്ടർ ഉള്ളതുകൊണ്ട് ചെറുതാക്കുമ്പോൾ 2:1:1. ഇപ്പോൾ ഇത് കിട്ടിയത് ന്യൂ റേഷ്യോ ആണ്. ഇപ്പോൾ പ്രോബ്ലത്തിൽ ഡയറക്റ്റായിട്ട് ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ന്യൂ റേഷ്യോ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇതിനെ നമ്മുടെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എന്താ ഫോർമുല? സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അപ്പോൾ എഴുതാം ഓരോന്നായിട്ട്. അപ്പോൾ അതൊന്ന് എഴുതി വയ്ക്കുക. സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു സമാണിത് SR, സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അപ്പോൾ ആസ് സാക്രിഫൈസിങ് ഷെയർ, എയുടെ സാക്രിഫൈസിങ് ഷെയർ കണ്ടുപിടിക്കാനായി ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ. ഓൾഡ് എത്ര? 3/5 മൈനസ് ന്യൂ ഷെയർ 2/4. ഇവിടെ ഉണ്ട് 2:1:1. അതിൽ 2/4. അപ്പോൾ കോമൺ ഡിനോമിനേറ്ററിൽ ചെയ്യുക. 4 20 ചെയ്യുന്നത് സ്റ്റെപ്പ് വേണ്ട, അത് മതി. 20 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 20 ആവും? 4. മുകളിൽ 4 കൊണ്ട് ചെയ്യും. 4 3 12. ഭിന്നസംഖ്യ മാറിയിട്ടില്ല. 4നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 20 ആവും? 5 കൊണ്ട്. മുകളിൽ 5 കൊണ്ട് ചെയ്യാം. 2 10. ഭിന്നസംഖ്യ മാറുന്നതേ ഇല്ല. അപ്പോൾ 12 മൈനസ് 10, അതായത് ഓൾഡ് ഷെയർ 12 ആയിരുന്നു, ന്യൂ എത്രയാ? 10. കുറഞ്ഞു. അപ്പോൾ അയാൾ സാക്രിഫൈസ് ചെയ്തു. എത്ര? 2 ഭാഗം സാക്രിഫൈസ് ചെയ്തു. സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു 2:3. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 4:3. സി ഈസ് അഡ്മിറ്റഡ് ആസ് ന്യൂ പാർട്ട്ണർ. ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് എ ബി ആൻഡ് സി ഈസ് 2:3:1. കാൽക്കുലേറ്റ് ദ സാക്രിഫൈസിങ് റേഷ്യോ. ഫിഗറുകൾ നോക്കുക. 4:3. എന്താണ് 4:3? എ ബിയുടെ ഓൾഡ് റേഷ്യോ. ഇനി എന്താണ് 2:3:1? പുതിയ പാർട്ട്ണറും കൂടി ചേർന്ന് 3 പേരും കൂടിയിട്ടുള്ള ന്യൂ റേഷ്യോ. 3 പേരാകുമ്പോൾ 3 ഫിഗർ വന്നു ന്യൂ റേഷ്യോയിൽ. അപ്പോൾ ഡയറക്റ്റായിട്ട് എല്ലാം തന്നിട്ടുണ്ട്. ഓൾഡും തന്നിട്ടുണ്ട്, ന്യൂവും തന്നിട്ടുണ്ട്. നേരിട്ട് നമുക്ക് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യാൻ തുടങ്ങുകയാണ്. ആ ഫോർമുല ഒന്ന് എഴുതി വയ്ക്കുക. നമുക്ക് അര മാർക്ക്. സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അത് കമ്പൽസറി ആയിട്ട് എഴുതിക്കോളൂ കേട്ടോ, മറന്നു പോകരുത്. ഇനി നമ്മൾ ചെയ്യാണ് ആസ് സാക്രിഫൈസിങ് ഷെയർ. ഇത് എഴുതുമ്പോൾ ആസ് സാക്രിഫൈസിങ് റേഷ്യോ എന്നല്ല എഴുതണ്ടേ. ഓരോരുത്തരും ഒറ്റയ്ക്ക് വരുമ്പോൾ ഷെയർ എന്നാണ് പ്രയോഗം. ആസ് സാക്രിഫൈസിങ് ഷെയർ ഈസ് ഈക്വൽ ടു 4/7. ഇതവിടെ തന്നിട്ടുണ്ട് 4/7 മൈനസ് 2/6. ഛേദം 7 6 ആണ്. അപ്പോൾ കോമൺ ഡിനോമിനേറ്റർ 42 സെറ്റ് ചെയ്യണം. 7നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 42? 6 കൊണ്ട്. മുകളിലും 6 കൊണ്ട്. 6 4 24. ഭിന്നസംഖ്യ മാറിയോ? ഇല്ല. ഇവിടെ 6നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 42. മുകളിലും 7 കൊണ്ട്. 7 14. ഭിന്നസംഖ്യ മാറിയിട്ടില്ല. അപ്പോൾ എയുടെ ഓൾഡ് ഷെയർ 24, എയുടെ ന്യൂ ഷെയർ 14. അപ്പോൾ പുതിയതായപ്പോൾ അയാൾക്ക് ലാഭം കുറഞ്ഞു, ഷെയർ കുറഞ്ഞു. അപ്പോൾ അയാൾ സാക്രിഫൈസ് ആണ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ എത്ര കിട്ടിയിരുന്ന 10 അയാൾ ചെയ്ത് സാക്രിഫൈസ്. 10/42. ബിയുടെ ചെയ്യാണ്. ബീസ് സാക്രിഫൈസിങ് ഷെയർ ഓൾഡ് 4/7 3/7 മൈനസ് ന്യൂ എത്രയാ 3/6. കോമൺ ഡിനോമിനേറ്റർ സെറ്റ് ചെയ്യുന്നു 42. 7 എത്ര കൊണ്ട് ഗുണിച്ചാൽ 42? 6. മുകളിൽ 6 കൊണ്ട് ഗുണിക്കുന്നു 6 3 18 മൈനസ് 6 എത്ര കൊണ്ട് ഗുണിച്ചാൽ 42? 7. മുകളിൽ 7 കൊണ്ട് ഗുണിക്കുന്നു 7 3 21. അപ്പോൾ എത്ര എന്ന് നോക്കി നോക്കിയാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ 18 അയാളുടെ ഓൾഡ് ഷെയർ, ന്യൂ എത്ര 21. അപ്പോൾ പുതിയതായപ്പോൾ അയാളുടെ പ്രോഫിറ്റ് കുറയല്ല ചെയ്തത്, കൂടുകയാണ് ചെയ്തത്. മനസ്സിലായി? അപ്പോൾ അയാളുടെ ഷെയർ പുതിയ ആളിനെ ചേർത്തപ്പോൾ സീനെ ചേർത്തപ്പോൾ ബിയുടെ ഷെയർ കുറയല്ല ചെയ്തത്, കൂടുക ചെയ്തത്. അപ്പോൾ ബി സാക്രിഫൈസ് ചെയ്താ സിക്ക് വേണ്ടിയിട്ട്? ഇല്ല. ബിക്ക് പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയവരെ ബി സാക്രിഫൈസ് ചെയ്തിട്ടില്ല. ബിക്ക് ഇപ്പം എന്താ സംഭവിച്ചത്? ഗെയിനാണ് സംഭവിച്ചത്, നേട്ടമാണ് ഉണ്ടായത്. അയാൾക്ക് കുറയല്ല ചെയ്തത്, കൂടുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഗെയിനാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഒരിക്കലും, അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ എഴുതുക ഗെയിൻ. നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ ഉത്തരം കിട്ടുന്ന ഓപ്പോസിറ്റാണ്. പക്ഷെ മൈനസ് ഒന്ന് എഴുതണം, -3 ഒന്നും എഴുതണ്ട, മൈനസ് വേണ്ട കേട്ടോ. 3/42 എന്ന് എഴുതിയാൽ മതി. എന്നിട്ട് അതിന് ബ്രാക്കറ്റിൽ എഴുതുക ഗെയിൻ എന്ന് എഴുതുക. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാക്രിഫൈസിങ് റേഷ്യോ ആണ്. പക്ഷെ നമുക്കിപ്പോൾ അവിടെ കിട്ടിയത് തിരിച്ചാണ്, ഗെയിൻ. അപ്പോൾ ബ്രാക്കറ്റിൽ ഗെയിൻ എന്ന് എഴുതുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് രണ്ടിനെയും ഒരുമിച്ച് ചേർക്കാനും സാധിക്കില്ല ഒരു റേഷ്യോ ആയിട്ട്. എന്താ കാരണം? ഇതൊരു റിലേഷൻഷിപ്പ് അല്ല, രണ്ടും പരസ്പര വിരുദ്ധമായിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഒന്ന് സാക്രിഫൈസിങ് റേഷ്യോയും വേറൊന്ന് ഗെയിനിങ് റേഷ്യോയും, രണ്ടും വിരുദ്ധമായിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ നമുക്കിതിനെ എന്താക്കി സെറ്റ് ചെയ്യാൻ പറ്റില്ല? ഒരു റേഷ്യോ ആക്കി സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിൽ, ഇവിടെയും ബ്രാക്കറ്റിൽ എഴുതുക, ഇവിടെ ബ്രാക്കറ്റിൽ 10/42 ബ്രാക്കറ്റിൽ സാക്രിഫൈസ് എന്ന് എഴുതി വയ്ക്കുക, 3/42 ബ്രാക്കറ്റിൽ ഗെയിൻ എന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ ഇതിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ. ഓൾഡ് ഷെയർ വലുതാവുമ്പോൾ സാക്രിഫൈസ്, പഴയ ഷെയർ ചെറുതും പുതിയ ഷെയർ വലുതാവുമ്പോൾ അവർക്ക് എന്താ ഉണ്ടാവുന്നത്? ഗെയിനാണ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം നമ്മളിവിടെ മനസ്സിലാക്കണം. അടുത്ത ചാപ്റ്ററിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു കണക്ഷനാണ്. കാരണം ഗെയിനിങ് റേഷ്യോ നമ്മൾ പഠിക്കുന്നത് ഈ ചാപ്റ്ററിലല്ല, റിട്ടയർമെൻറ്റിലാണ്. അഡ്മിഷനിൽ സാക്രിഫൈസിങ് റേഷ്യോ മാത്രമേ ഉള്ളൂ. പക്ഷെ അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഭാഗം ഇവിടെ ഇട്ടു എന്ന് മാത്രം. ഓക്കെ, താങ്ക് യു.